ഹലോ ഇനി നമ്മളെ കേരളത്തിന് സ്ട്രെങ്ത് മോൺസ്റ്റർ ആയ JP ലിഫ്റ്റിന്റെ ഒരു അടിപൊളി ബാക്ക് വർക്കൗട്ട് ചെയ്തു. ലാസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു പണി കിട്ടി. അതെന്താ പറയുക, ഈ വീഡിയോ ഫുൾ കണ്ടോളി. ഓണെ ഹോട്ടലിൽ കയറി നെയ്ച്ചോറ് മിസ്സിംഗ് കഴിച്ചു. എഡിറ്ററിനൊപ്പം JP ലിഫ്റ്റിന് ശരിക്കും പേര് അക്ഷയ് എന്നാണ്. ഓനോട് ഞാൻ ജിമ്മിൽ പോയി വീഡിയോ എടുക്കാൻ ആളെ കൊണ്ടുവന്നത്. ജിമ്മിനുള്ളിൽ ചെക്കന് മുട്ടായി എടുത്ത പോകാൻ ഷുഗർ കട്ടിലാണ്. നമ്മൾ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വന്നാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാമത് യൂട്യൂബ് ചാനൽ ഉണ്ടാവും വ്ളോഗ്. അതിന് FT16 ജിം ടൂർ നടത്തി. നമുക്ക് ബാക്ക് വർക്കൗട്ട് ആണ്. ഫസ്റ്റ് സ്ട്രെച്ചിങ് വാമ്പോ ചെയ്തു. ലോവർ ബാക്ക് കുറച്ച് വാം എക്സസൈസ് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് വർക്കൗട്ട് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. മാക്സിമം സ്ലോ ആൻഡ് കൺട്രോൾ ചെയ്യാൻ ലാറ്റ്സ് ബോക്സ് ചെയ്തു. റിയൽ സ്ട്രെങ്ത് എന്ന കണ്ടോളി ഫുൾ സ്റ്റാക്ക് ഇട്ടാണ് ഈ അടിക്കുന്നത്. നമ്മൾ ശരിക്കും അന്തം വിട്ടു. നമ്മൾ ട്രൈ നോക്കി, പക്ഷേ ആ ലെവലിൽ നമ്മൾ എത്തിയില്ല. നമ്മളെ പറ്റുന്ന വെയിറ്റ് എടുത്താണ്ട് ഉപ്പായ പോയി പോസ്റ്റ് നോക്കി വെസ്റ്റ് ഇട്ടു. ലാസ്റ്റ് ഇട്ടാണ് അടിച്ചാൽ അടുത്ത വർക്കൗട്ട് പോവാണ്. അടുത്ത വർക്കൗട്ട് നമ്മൾ സീറ്റഡ് ക്യാബിളോസ് ചെയ്തത്. സ്ലോ ആൻഡ് കൺട്രോൾ ചെയ്യാൻ ലാറ്റ്സ് ബോക്സ് ചെയ്തു. അതൊരു 3 സെറ്റ് ലാസ്റ്റ് സെറ്റ് ഡ്രോപ്പ് സെറ്റ് അടിച്ചാൽ ഫിനിഷ് ചെയ്തു. അതായത് കുറച്ച് പോസിറ്റീവ് ടിപ്സ് പറഞ്ഞെടുത്തു. ലജിത് പോയിന്റ് കുറച്ച് സംസാരിച്ചു. അപ്പൊ നമ്മൾ അടുത്ത വർക്കൗട്ട് അപ്പർ ബാക്ക് ഫോക്കസ് ആയിട്ട് നമ്മൾ ബെഞ്ച് ഇംഗ്ലൈനിൽ ഇട്ടിട്ട് ചെസ്റ്റ് സപ്പോർട്ട് ഡംബൽ ലോസ് ചെയ്തത്. അതോടെ നമ്മൾ ബാക്ക് ഫുൾ ലോഡായി. നമുക്ക് ഉപ്പായ ഫ്ലെക്സ് ചെയ്ത് നോക്കി. കട്ട് VS ബൾക്ക് പോലുണ്ട്. നമുക്ക് അടുത്ത വർക്കൗട്ട് പോവാം. അടുത്ത വർക്കൗട്ട് ചെയ്ത് ചെസ്റ്റ് സപ്പോർട്ട് സ്ട്രെക്സ് ആണ്. നോർമൽ സ്റ്റാൻഡിംഗ് സ്ട്രെക്സിനാണ് കൂടുതൽ ഫോക്കസ് നമുക്ക് ഇതിമ കിട്ടുന്നുണ്ട്. ചെയ്തപ്പോൾ സാധനം പൊങ്ങി. ഓരോരുത്തരും വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പോണത്. അവിടെ കുറെ കാര്യം പഠിക്കാൻ പറ്റും. കുറെ പുതിയ എക്സ്പീരിയൻസ് കിട്ടും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് ആയ ലോവർ ബാക്കിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യാം. നമുക്ക് ഒരു വെറൈറ്റി നമ്മൾ ഹോൾഡിംഗ് ആണ് ചെയ്തത്. JP ലിഫ്റ്റ് 40 കിലോ മേലെ വെച്ചാണ് ചെയ്തു. നമ്മൾ ജസ്റ്റ് 10 കിലോ വെച്ചാണ് ചെയ്തു. നോർമലി സ്കിപ്പ് ചെയ്യുന്ന വർക്കൗട്ട് ആണ്. ബാക്ക് ഡേ ഒന്ന് ആഡ് ചെയ്യണം. തമ്മിൽ പിക്ക് എടുക്കാൻ ടാസ്ക്. നമ്മൾ കുറെ കാലം ഡെഡ് ലിഫ്റ്റ് എടുക്കാന്നാണ് സ്ട്രെങ്ത് കുറെ പോയി. എങ്ങനെ പിക്ക് ഒപ്പിച്ചു. ലാസ്റ്റ് നമ്മൾ ലോവർ ബാക്കും സ്ട്രെച്ചിങ്ങും ആയപോലെ തന്നെ മാലീസ് കിട്ടുന്നത് നമുക്ക്. നമ്മൾ ബാക്കോ പൊട്ടിച്ച് പിടിച്ച് വലിച്ചു. കപ്പാടെ കഴിയുമ്പോൾ കിളി പോയി. അപ്പൊ നമുക്ക് കുറെ കാലം പഠിക്കാൻ പറ്റി. ലോവർ ബാക്ക് ചെറിയ ഇഞ്ചറി ഉണ്ടായിട്ടും അതിന് വേണ്ട പോലെ കെയർ ചെയ്യാനുള്ള കാര്യം മനസ്സിലായി. ഞാനൊക്കെ തീർന്നു എഴുതി നിൽക്കുമ്പോഴാണ് അടുത്ത പണി കിട്ടിയത്. അവിടെ ലജിത് പ്രോ സർക്യൂട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് പിടിച്ചാൽ അതിലിട്ടു. ഈ കാരണം 3 എക്സസൈസും 5 റൗണ്ട് ചെയ്യാണ്ട് പറഞ്ഞു. ഫസ്റ്റ് റൗണ്ട് നമ്മൾ സിമ്പിളായി ചെയ്തു. സെക്കൻഡ് റൗണ്ട് ആയപ്പോഴാണ് എഫക്റ്റ് തുടങ്ങി. ഒരു എക്സസൈസ് ചെയ്യാൻ 1 മിനിറ്റ് ടൈമാണ്. അതിനുള്ളിൽ തീർത്ത് ഞാൻ ബാക്കി ടൈം റെസ്റ്റ് എടുക്കുക. നമ്മളത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഹേർട്ട് ബീറ്റ് കൂടുതലാണ്. ഇതിന് മെയിൻ വേണ്ട എൻഡ്യൂറൻസ് ആണ്. നമ്മൾ ബോഡി ബിൽഡേഴ്സ് പറഞ്ഞ പണിയല്ല. എക്സസൈസ് ആണ് എന്തൊക്കെയാ വെച്ചാൽ 8 ക്ലീന്, 21 കെറ്റിൽ ബെൽ സ്വിങ്, പിന്നെ 8 ബർപ്പീസും. അപ്പൊ കെറ്റിൽ ബെൽ സ്വിംഗ് നമുക്ക് ഏറ്റവും ടാസ്ക് ആയി തോന്നിയത്. എന്തായാലും തോറ്റെടുത്തില്ല, ഫുള്ള് ചെയ്ത് നമ്മള്. JP ലിഫ്റ്റിന് തന്നെ ഈ വൈക്ക് എന്ന് തോന്നുന്നില്ല. ഓനെ അങ്ങനെ കഷ്ടപ്പെട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ജിത് പ്രോ ഇതിന്റെ ടെക്നിക് കാരണം പറഞ്ഞു. നമ്മൾ ഇന്നലെ ലെഗ് കളിച്ചോണ്ട് ഗ്ലൂസ് ഓൾറെഡി പൊളിഞ്ഞു നടക്കണേ. എന്തായാലും ഇന്നൊക്കെ ഇല്ലതായി. ജിമ്മെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോയി. JP ലിഫ്റ്റിന് ബൈ പറഞ്ഞ് പോവാണ്. ഓക്കെ ബൈ.